അപ്പഴേ എന്താ നിന്റെ പേര്? ഓ, തമിഴ്നാട്ടിൽ നിന്നാണല്ലേ. ഉൻ പേരെന്നാ? കാർത്തിക്. കാർത്തിക്? കാർത്തികേയൻ മുരുകന്റെ പേര്. അപ്പൊ ഹിന്ദു തന്നെ. അതെ, തമിഴ്നാട്ടിൽ എന്താ ഇടം? തമ്പി, இந்த ஊரு ரொம்ப மோசம். அது தெரியாம அழியன் கீழியன் மகன் மகளன்னൊക്കെ சொல்லி நிறைய பேர் இங்கே வரும். ஆனால் வந்தவரொன்னும் வந்த மாதிரி திரும்பி போக மாட்டேன். போன வாரம் என்னை தேடி வந்தான் ஒருவன், சித்தப்பான்னு சொல்லிக்கிட்டு. நான் ஒரே ஒதா. அவன் போன வழி புல்லு கூட முளக்கலை. அஜயன் எனக்கு ரொம்ப வேண்டியவன். நான் எது சொன்னாலும் கேட்பேன். என்கிட்ட சொல்லு, നീ എതുക്കാக ഇങ്ങ വന്നേൻ? എനിക്ക് പറയാനുള്ളതൊക്കെ പറയേണ്ടവർ പറഞ്ഞോളാം. നിങ്ങളുടെ സഹായം വേണ്ട, മനസ്സിലായോ? എന്റെ നോട്ടത്തിൽ ഈ കേസ് അത്ര പെട്ടെന്ന് തീരുന്ന ലക്ഷണം കാണുന്നില്ല. ആ സ്വർണം നാക്ക് വെച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. കാര്യം പറഞ്ഞ അപ്പൊ നാക്കിന് കുറ്റായി. എടാ, വകതിരിവോടെ ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റൂ. ഏതായാലും ഞാൻ വിചാരിച്ച പോലെ അല്ല ചക്ക്. മണിയൻ എങ്ങനെയാ വിചാരിച്ചേ? കണ്ടാൽ ആള് നീർക്കോലി പോലെയല്ലേ ഉള്ളൂ. പക്ഷെ അവൻ നീർക്കോലി അല്ല, ഇച്ചിരി കൂടിയനോ. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഈ വരവ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ മണിയേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയവോ? ചോദിച്ചോ. അത് എന്താടി വായി നോക്കി നിൽക്കുന്ന? പൊടി അപ്പുറത്ത്. ആണുങ്ങള് വർത്തമാനം പറയണത് വായി നോക്കി നിൽക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട്? ഇങ്ങനൊരു സാധനം. ഈ പയ്യന്റെ പ്രായം വെച്ച് നോക്കുമ്പോ അവൻ ജനിക്കുന്ന കാലത്ത് നീ മദ്രാസിലുണ്ട്. ഉണ്ടാവാം. അന്നറിയാതെ നിനക്ക് എന്തെങ്കിലും കയ്യബദ്ധം ഇതിന് കയ്യബദ്ധം എന്നാണോ പറയുന്നത്? അല്ല, അന്ന് ഏതെങ്കിലും പെണ്ണുമായിട്ട് പൊന്നേട്ടത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഗുരുവായൂരപ്പനാണ് നിങ്ങളുടെ കർത്താവാണ് സത്യം. ഇല്ല, നീ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയേ. പഴയ പൂമ്പാറ്റക്കാലം, അന്നത്തെ കളികളുടെ കൂട്ടത്തിൽ. പൂമ്പാറ്റ പോയിട്ട് ഒരു പാറ്റ പോലും ഇല്ല എന്റെ ഭാര്യ. നിങ്ങളുടെയൊക്കെ മുമ്പേ ആളാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ലടാ, ചിലപ്പോ ഉറക്കത്തില്ല. ഒരു മിനിറ്റ്. ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പഴനിസ്വാമി, എന്തിനാടാ എപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന പുലിയാടാ. മുണ്ടാം. ചമ്മന്തി എടുത്തില്ലല്ലോ. വേണ്ട. അതെന്താ, ചമ്മന്തി ഇഷ്ടമല്ലേ? അല്ല, ഇഡലിയുടെ എനിക്ക് സാമ്പാർ ഇഷ്ടം. അയ്യേ, ഇത്രയും നല്ല സാമ്പാർ ഉള്ളപ്പോ എന്തിനാ അമ്മ ചമ്മന്തി ഉണ്ടാക്കിയത്? ഇഡ്ഡലി സാമ്പാറും അതല്ലേ കോമ്പിനേഷൻ? പ്ലേറ്റ് അവിടെ വെച്ചോളൂ. അല്ല, ഞാൻ കഴിക്കോളാം. ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ശീല. കൂടുതൽ സൽക്കരിച്ച് വഷളാക്കൊന്നും വേണ്ട. പറ്റിക്കൂടി നിൽക്കും. എവിടുന്നാ വന്നെന്ന് വെച്ചാ അങ്ങോട്ട് തന്നെ പൊയ്ക്കോട്ടെ വേഗം. എനിക്കെന്തോ ആ കുട്ടി പറയുന്നത് കള്ളാണ് തോന്നുന്നേയില്ല. പിന്നെ അജേട്ടനാണോ കള്ളം പറയുന്നേ? അങ്ങനെ വിശ്വസിക്കാനും ബുദ്ധിമുട്ട്. അമ്മായി ഇപ്പൊ സ്വന്തം മോനെ വിശ്വസിച്ചാ മതി. ആ, ഏതായാലും സത്യം എന്താണെന്ന് ബോധ്യപ്പെടുന്ന വരയ്ക്കും അവൻ ഇവിടെ നിന്നോട്ടെ. നമുക്ക് ഇത്തിരി കഞ്ഞീരിയും ചോറിന്റെയും ചെലവല്ലേ ഉള്ളൂ. ആ നിക്കുന്നതാ പയ്യൻ, നോക്കി. നിന്നോട് കാർ തുടയ്ക്കാൻ ആരാ പറഞ്ഞത്? ആകെ പൊടി പിടിച്ചിടുന്നപ്പോ. പൊടി പിടിച്ചു കിടന്നാ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അധികം സ്മാർട്ട് ആവണ്ട. കാർ ഓടിക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. പണിയൊന്നും ചെയ്യാതെ ആരിന്നൊന്നും വാങ്ങരുതെന്ന് അമ്മ പറയാറുണ്ട്. ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലേ. ഭക്ഷണം തന്നതേ ഇവിടുത്തെ അമ്മയ്ക്ക് പാവം തോന്നിട്ടാ. നീയല്ല, വിശന്ന് വരുന്ന ആരായാലും ഇവിടുന്ന് ഭക്ഷണം കിട്ടും. അതൊരു അവകാശമായിട്ടൊന്നും എടുക്കണ്ട. സുനന്ദേ, നീ ഇങ്ങോട്ട് പോര്. കണ്ടില്ലേ, കാർ തുടക്കിയ. ഇവൻ എന്നാ ഇവിടുത്തെ ആളായത്? സൂചി കുത്താൻ ഇടം കൊടുക്കാൻ പാടില്ലാത്ത ടൈപ്പാ. ഈ നിലയ്ക്ക് പോയാ നാളെ ഈ വീടും പറമ്പും ഇവന്റെ പേരിൽ എഴുതി തരണമെന്ന് പറയുമല്ലോ. എവിടേക്കാ ബാഗൊക്കെ എടുത്ത്? ഞാൻ പോവാ. അവൾ എന്തോ പൊട്ടത്തരം പറഞ്ഞത് കേട്ടിട്ടാണോ? അത് മാത്രല്ല, ഞാനിവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാ.
മരിക്കുന്നത് വരെ എൻ്റെ അമ്മച്ചനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ ഞാനായിട്ട് നോക്ക്, ഞാനാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നീ പോണെങ്കിൽ ഞാൻ പറയും അജയന്റെ മോനെന്ന് പറഞ്ഞ നീ വന്നത് എന്ന് വെച്ചാൽ എന്റെ പേരക്കുട്ടി. നിന്റെ അമ്മമ്മയാ പറയുന്നെന്ന് വിചാരിച്ചാ മതി. പോണ്ട. എന്റെ ഗുരുവായൂരപ്പ, അയ്യോ സുനന്ദേ, ഒന്ന് ഓടിപ്പോയി പിടിച്ചേ. കണ്ടത്തിൽ ഇറങ്ങിയ നെല്ലൊക്കെ അങ്ങ് നാശാക്കും. ഞാൻ പിടിക്കാം. ഏയ് നിക്കവിടെ, നിക്കാനല്ലോ പറഞ്ഞേ. നിക്ക്, ഇവിടെ വാ. ഒരൊറ്റ ദിവസത്തേക്ക് ലീവ് എടുത്ത് വാ. ഇവിടെ ബാല, നിന്റെ വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ലീവ് എടുക്കില്ലേ? നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. അമ്മ അവനെ പേരക്കുട്ടിയായിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുക. ഞാൻ പറയുന്നൊട്ട് വിശ്വസിക്കുന്നുമില്ല. ഇവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതൊക്കെ വലിയ കേസാവും. പിന്നെ കോടതി, വക്കീല്, നീ ആവുമ്പോൾ പോലീസുമായി മറ്റാരും അറിയത്തുമില്ല, കാര്യങ്ങൾ നടക്കും. സർക്കിള് സമ്മതിക്കും. ഞാൻ പറഞ്ഞത് നീ മറക്കല്ലേ? എന്താ ഏതാ? യൂണിഫോം, ജീപ്പ്, ഓക്കെ. ബാ ബാ ബാ. മണ്ണൂത്തിൽ നിന്നുള്ള കുറച്ച് ഓർഡറാ. അജയേട്ടാ, എന്താ നമ്മുടെ നാട്ടിൽ പഴയ പോലെ പൂമ്പാറ്റെ കാണാത്തെ? പൂവില്ലാഞ്ഞിട്ടോ തേനില്ലാഞ്ഞിട്ടോ? അത് ഈ കണ്ട കീടനാശിനികളൊക്കെ അടിച്ചവരൊക്കെ. നിനക്ക് പൂമ്പാറ്റ കാണാം? വേണ്ട. പൂമ്പാറ്റ കാണിച്ചു തരാടാ. വേണ്ടെന്നേ. നിനക്ക് പൂമ്പാറ്റ കാണിച്ചു തരാടാ. എന്ത് കൂത്ത്? പൂമ്പാറ്റയെ കാണണം പോലും. ആ പുഴുക്കുത്തുള്ളതൊക്കെ മാറ്റി വെക്കി. അത് മാറ്റാം. മൂത്തത് മാത്രം പറിച്ചാ മതി. വണ്ടർഫുൾ. ഞാനതൊക്കെ ആദ്യമായിട്ട് കാണുക. നീ എന്താ പാവയ്ക്ക കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. സേലത്ത് വെക്കേഷനായ ഞാൻ താമസിക്കാറുള്ളത് ഒരു ശേഖരമാമന്റെ വീട്ടിലാ. മാമൻ എന്നും രാവിലെ പാവയ്ക്ക ജ്യൂസ് കുടിക്കും. പക്ഷെ അതൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതല്ലേ. ഇങ്ങനത്തെ ഒരു തോട്ടം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. വാ, ആരായി ശേഖരമാമൻ? ശേഖരമാമൻ അവിടെ ഒരു പാർസൽ ലോറിയുടെ ഡ്രൈവറാ. മാമനും ലതിയാൻ്റെയും എൻ്റെ മക്കളും. സ്കൂളടച്ചാൽ ഹോസ്റ്റൽ തുറക്കുന്നവരെ ഞാൻ അവിടെ നിൽക്കുക. നീ പഠിച്ചത് മുഴുവനും സേലത്താണോ? LKG മുതൽ അവിടെയാ. അമ്മ എന്താ നിന്നെ കൂടെ കൊണ്ടുപോകാത്തെ മെഡ്രാസിലേക്ക്? കൊണ്ടുപോകാറില്ല. ആദ്യമൊക്കെ അമ്മ വന്നു പോകുമ്പോൾ ഞാൻ കരയുമായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാറില്ല. ഈ ശേഖരമാമനെ അറിയില്ല എന്താ കാരണമെന്ന്. കാർത്തിക്, അമ്മേനെ താമസിപ്പിക്കുന്ന മൂന്നാമത്തെ വീടാ ശേഖരമാമൻ്റെ. ആർക്കും അറിയില്ല അമ്മയുടെ പാസ്റ്റ് എന്താണെന്ന്. ഹോസ്റ്റലിലേക്ക് എന്നും വിളിക്കും. എൻ്റെ ശബ്ദം ഒന്ന് ഡള്ളായാൽ മതി, അമ്മ ഓടിയെത്തും. പിന്നെ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് താമസിച്ച് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി ഹാപ്പി ആക്കിയിട്ടേ തിരിച്ചു പോകും. 10th പരീക്ഷ കഴിയുന്ന ദിവസം എന്നെ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ ചെന്നൈയിലേക്ക്. എക്സാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ കാത്തിരുന്നു. പക്ഷേ അയ്യേ, ഇത്ര വലിയ കുട്ടികളൊക്കെ കരച്ചിൽ വരാൻ പാടുണ്ടോ? വാ വാ, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. വാ വാ. നാണക്കേട്, വലിയ ചെക്കന്മാര് കരയോ? അയ്യേ. വാ വാ, അവിടെ മോളില് ആ ഇടത്തെ ഭാഗത്ത്. പതുക്കെ പതുക്കെ. ഉരുളി 2 ഉണ്ടല്ലോ അമ്മമ്മേ, ഏതാ വേണ്ടേ? ചെറുത് മതി. ഇതാരുടെ അമ്മമ്മ ഈ ഗിറ്റാറ്? അതാ അജയന്റെയാ. പണ്ടെപ്പോഴും ഒരു പൂതി തോന്നി വാങ്ങിയതാ. ഇപ്പൊ അത് എടുക്കാറൊന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ. നിനക്കറിയോ ഇത് വായിക്കാൻ?
കുറച്ച്. സ്കൂളിൽ എല്ലാ വീക്കെൻഡിലും മ്യൂസിക് ക്ലാസ് ഉണ്ട്. ഗിറ്റാർ, വയലിൻ എല്ലാം പഠിപ്പിക്കും. അജയൻ പാടുന്നത് പോലെ തന്നെ. മുമ്പൊക്കെ എന്റെ മനസ്സിത്തിരി വിഷമിച്ച എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ പാടും. എന്റെ പിന്നാലെ നടന്നു പാടും. അമ്മമ്മയുടെ മനസ്സ് ഇപ്പൊ വിഷമിക്കുന്നുണ്ടോ? ഉം